ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ലൈവ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ ലൈവ് ചെയ്തു. അപ്പോൾ അതിലെനിക്കുണ്ടായ ഒരു അനുഭവം പറയണം. കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലൈവിൽ കുറച്ച് വ്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട്, മലയാളികളാണെങ്കിൽ തിരിച്ചൊരു ഹായ് താ. കാരണം അങ്ങനെ ഹായ് തരുമ്പോഴല്ലേ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആക്ച്വലി സബ്സ്ക്രൈബേഴ്സിനോട്, നമ്മുടെ വീഡിയോ കാണുന്നവരോട്, ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ലൈവ് ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ യൂട്യൂബിൽ വരുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ലൈവ്. അപ്പം അതുകൊണ്ട് ഞാനും ചെയ്തു. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ട്, മലയാളികളാണെങ്കിൽ തിരിച്ചൊരു ഹായ് പറഞ്ഞാലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, സംസാരിക്കാൻ പറ്റത്തുള്ളൂ, വിശേഷങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരാൾ പോലും, ഒരു സപ്പോർട്ടിന് പോലും ഒരു ഹായ് പറഞ്ഞില്ല. 1-2 പേര് ഹായ് പറഞ്ഞു. അപ്പം ഞാൻ മലയാളികളാണോ ചോദിക്കുമ്പോൾ അവർ ഹിന്ദിയിൽ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നുണ്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്കങ്ങനെ ഹിന്ദിയിൽ തിരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. അല്ലാണ്ട് കൂടുതൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ പിന്നെ മലയാളത്തിൽ വീണ്ടും സംസാരിക്കുമ്പോൾ അവരങ്ങ് കട്ടായിട്ട് പോവുകയാണ്. പക്ഷേ ഒരു മലയാളിയെങ്കിലും കാണുന്നുണ്ടാവുമല്ലോ. പക്ഷെ ആരും ഒരു സപ്പോർട്ടും തരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ലൈവ് ചെയ്ത് അറിയത്തില്ല. ഞാൻ പുതിയൊരു തുടക്കക്കാരിയാണ് യൂട്യൂബിൽ. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ്. അങ്ങനെയുള്ളപ്പോഴേ നമ്മൾ ഈ ലൈവൊക്കെ ചെയ്യുന്നത് നമ്മുടെ റീച്ച് കൂട്ടാനും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും നമുക്ക് നമ്മുടെ വ്യൂവേഴ്സുമായിട്ട് പരിചയപ്പെടാനും ഒക്കെ തന്നെയാണല്ലോ എല്ലാവരും ലൈവ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് മാത്രമേ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളെങ്കിൽ പുതിയ ആൾക്കാർ എന്ത് ചെയ്യും? ഇപ്പം ഞാനിതൊരു പരാതി പറയാമെന്ന് വിചാരിക്കും. പരാതിയല്ല, ഇതെനിക്ക് അനുഭവപ്പെട്ട കാര്യം ഞാൻ പറയുകയാണ്. അപ്പം ചോദിക്കും, നിനക്ക് മാത്രമുള്ള പ്രശ്നം? അല്ല, എല്ലാവർക്കും ഇത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ചിലർ പറയുന്നുണ്ടാകും, ചിലർ പറയുന്നില്ല. പക്ഷെ എനിക്ക് നല്ല വിഷമം തോന്നി. കാരണം എല്ലാവർക്കും ഇപ്പോൾ ഒരേ ഫോട്ടോ ഇട്ടിട്ടില്ലല്ലോ എല്ലാവരും വീഡിയോസ് ചെയ്യുന്ന. എല്ലാവരുടെ സിറ്റുവേഷൻ ഒരുപോലെയല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നു. അല്ലാണ്ട് സിറ്റുവേഷൻ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ യൂട്യൂബ്. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യുന്നു. ഇപ്പോൾ ലൈവിൽ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ആരും തന്നെ, കാണുന്ന ഒരു മലയാളിയെങ്കിലും ഒരു ഹായ് ഇട്ടാലേ ഉള്ളൂ നമുക്കതൊരു ഒരു സപ്പോർട്ടാവുള്ളൂ. ഇങ്ങനെയൊക്കെ തന്നെയല്ല എല്ലാവരും മുന്നോട്ടേക്ക് വരുന്നത്. ഇതെനിക്ക് നല്ല വിഷമം ഉണ്ടായൊരു കാര്യമാണ്. നിങ്ങൾക്കത് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ യുവേഴ്സായിട്ടുള്ളവർക്ക് ചിലപ്പോൾ ദേഷ്യം വരുമായിരിക്കും. ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, തുടക്കക്കാരിയായിട്ട് ഇങ്ങനെ പറയുന്നുള്ളൂ. തുടക്കക്കാരി ആയതുകൊണ്ട് പറയുമല്ല, തുടക്കക്കാരി ആയിട്ട് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് പറഞ്ഞാണ്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾക്ക് തോന്നുന്നൊരു കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അതൊരു സപ്പോർട്ടാണ്. പക്ഷെ അതാരും ചെയ്യുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിവേ,